ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം മുതൽ. സ്വർണം യഥാഗ്രാവസുഹേമകാരഃ ക്ഷേത്രേഷു യോഗൈസ്തദഭിജ്ഞാപ്നുയാത് ക്ഷേത്രേഷു ദേഹേഷു തഥാത്മയോഗൈഃ അധ്യാത്മവിദ് ബ്രഹ്മഗതിം ലഭേതാം. കല്ലിൽ സ്വർണത്തെ അറിയുന്ന ഒരു സ്വർണം എടുക്കുന്നവൻ, ഹേമകാരകൻ എന്ന് പറഞ്ഞാൽ സ്വർണം ഹേമകാരകൻ, കല്ലിൽ നിന്ന് വേർതിരിച്ച് സ്വർണത്തെ എടുക്കുന്നവൻ പല മാർഗങ്ങൾ ഉപയോഗിച്ചായിരിക്കും അത് ചെയ്യുന്നത്. എങ്ങനെയാണോ അതിനെ ലഭ്യമാക്കുന്നത്, അതിനെ സ്വർണത്തിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്, അപ്രകാരം അധ്യാത്മ ശിക്ഷണം, അതായത് ആത്മാവിനെക്കുറിച്ച് അറിയുന്നവർ ആത്മയോഗങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ ശരീരത്തിൽ നിന്ന് ബ്രഹ്മസ്വരൂപത്തെ പ്രത്യേകം കണ്ടുപിടിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ആ ഞാൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഞാൻ എന്നിലുള്ളത് തന്നെ നിങ്ങളിലുമുണ്ട്, നിങ്ങളിലുള്ളത് തന്നെ എന്നിലുമുണ്ട് എന്നുള്ള അറിയുന്നതിന് പല മാർഗങ്ങളുണ്ട്. അപ്പോൾ ആ പല മാർഗങ്ങൾ സ്വീകരിച്ച് അറിയപ്പെടുന്നു. ബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. അതെങ്ങനെയാണ് ബ്രഹ്മസ്വരൂപത്തെ ലഭിക്കണം, അത് പല കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കി എടുക്കുന്നു എന്നേ. അതാണ്, അതൊക്കെ വേദാന്തമാണ്. പിന്നെ അർത്ഥമൊന്നും ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അഷ്ടൗ പ്രകൃതയ പ്രോക്താഃ ത്രയയേവ ഹി തദ്ഗുണാ വികാര ഷോഡശാചാര്യൈ പുമാനേക സമന്വയാത്. അഷ്ടൗ പ്രകൃതയ പ്രോക്താഃ എന്നാക്കുക, പിന്നെ സ വെട്ടിയിട്ട് ത്രയ മാത്രം മതി. ത്രയയേവ ഹി തദ്ഗുണാ വികാര ഷോഡശാചാര്യൈ പുമാനേക സമന്വയാത്. ഇതിനകത്ത് നമ്മൾ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, സത്വം രജസ തമസ എന്ന് പറഞ്ഞ ഗുണങ്ങൾ. പിന്നെ പ്രകൃതികൾ, 8 പ്രകൃതികൾ. പിന്നെ ഗുണങ്ങൾ ത്രയം 3 പറയുന്നു. വികാരങ്ങൾ 16 എല്ലാം കൂടെ ചേർത്ത് മനുഷ്യൻ, ആത്മാവ് എന്നേകനായിട്ടൊരുവൻ ആചാര്യന്മാരാൽ പറയപ്പെട്ടിരിക്കുന്നു ഈ കാര്യങ്ങൾ. അതായത് ഗുണങ്ങൾ 3, പിന്നെ 8 പ്രകൃതികളും 16 വികാരങ്ങളും ചേർന്നതാണ് നമ്മൾ പറയുന്ന ഈ ജീവൻ. മനസ്സിലായല്ലോ? അതൊക്കെ അങ്ങനെ മതി. ദേഹസ്തു സർവസംഘാതോ ജഗത്തസ്തുരിതി ദ്വിധ അത്രൈവ മൃഗ്യപുരുഷോ നേതി നേതീതി അതത് ത്യജൻ. അങ്ങനെ ആക്കണമേ. നേതീതി ന ഇതി എന്നാണ് നേതി എന്ന് പറഞ്ഞാൽ. അതല്ല ഇങ്ങനെ, ഇതല്ല എന്നിങ്ങനെ പറയുക. ഇതൊന്നുമല്ല, പിന്നെ എന്താണ്? എല്ലാം ഇങ്ങനെ മാറ്റി വിട്ടിട്ട് ഒന്നുമല്ലാത്ത ഒന്നാണ് ഭഗവാൻ, അല്ലെങ്കിൽ ഈശ്വരൻ, അല്ലെങ്കിൽ ആത്മാവ്, അല്ലെങ്കിൽ ബ്രഹ്മൻ, അല്ലെങ്കിൽ ജീവൻ, ആ സത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ജീവൻ. നമ്മുടെ ഉള്ളിലുള്ള ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ശരീരം വീണു അല്ലേ? ശരീരത്തിനകത്തോ അതുണ്ടായിരുന്നപ്പോൾ മാത്രമേ ശരീരം എന്ന് നമ്മൾ പറയുന്നുള്ളൂ. നമ്മളുടെ ശരീരം എന്ന് ഞാൻ എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ആ ഞാൻ എന്ന് പറയാൻ ഇവിടെ ആരും ഇല്ല അല്ലേ? ആ ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യമാണ്. അല്ലെങ്കിൽ വേറൊരാൾക്കത് ഞാൻ എന്ന് പറയാമായിരുന്നല്ലോ. നമ്മൾ മാത്രമല്ലേ നമ്മളെ ഞാൻ എന്ന് പറയുന്നുള്ളൂ. അത് നമ്മുടെ ശരീരം വീണ് പോയാൽ പിന്നെ ആ പറയാൻ ആളില്ലല്ലോ. അതൊരു എളുപ്പം മനസ്സിലാക്കാവുന്ന ലോജിക്കല്ലേ. വേറൊരാൾ നമ്മുടെ ശരീരത്തിൽ എൻ്റെ ശരീരമാണെന്ന് പറയുമോ? നമ്മുടെ ശരീരം വീണ് കിടക്കുന്നു. ശരീരമായിട്ട് ഇരിക്കുമ്പോഴും മരിക്കുമ്പോഴും 2 സമയത്തും, ശരീരത്തിന് ജീവൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മുടെ ശരീരത്തിനെ ഞാൻ എന്ന് പറയുന്ന ആരാ? നമ്മൾ മാത്രമാണ്. ജീവിച്ചിരിക്കാത്തപ്പോൾ അതിനെ ഞാൻ എന്ന് പറയാൻ ഞാനില്ല അവിടെ. അപ്പോൾ ആ ഞാൻ എന്നതാ? ശരീരമാണോ? ശരീരം ഇവിടെ കിടപ്പുണ്ട്, 2 ദിവസത്തേക്കൊക്കെ കിടക്കും അല്ലേ? അതുപോലെ അതിനകത്തുനിന്ന് ഞാൻ എന്ന് പറയാൻ ആരും എഴുന്നേറ്റ് വരുന്നില്ല. വെളിയിൽ നിന്നൊരാൾ പറയുന്നുമില്ല. രണ്ടാമതൊരാൾ പറയുന്നുമില്ല. അപ്പോൾ പക്ഷേ അതിന് 3-മതൊരാളുണ്ട്. അതിലേക്ക് നമ്മൾ ചേർന്നു. അതാണ് ഭഗവാൻ. അപ്പോൾ എളുപ്പത്തിൽ കിട്ടിയില്ലേ നമുക്ക്? ദേഹസ്തു സർവസംഘാതോ ജഗത്തസ്തുരിതി ദ്വിധ അത്രൈവ മൃഗ്യപുരുഷോ നേതി നേതീതി അതത്യജൻ. ഇതൊന്നുമല്ല എന്ന് മാറ്റിയിട്ട് അവസാനം കിട്ടുന്നത് എന്താണോ അതാണ് ആത്മാവ്. അന്വയവ്യതിരേകേണ വിവേകേനോശതാത്മന സർഗസ്ഥാന സമാംനായൈർ വിമൃശദ്ഭിർ അസത്വരൈഃ.
അന്വയ വ്യതിരേകം എന്നതിനാലും വിവേകം കൊണ്ടും പരിശുദ്ധമായ മനസ്സുകൊണ്ടും ആ സൃഷ്ടി സ്ഥാനത്തെയും പ്രതിപാദിക്കുന്ന ഈ വേദവാക്യങ്ങളാൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ചിന്ത കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ബുദ്ധേർജാഗരണം സ്വപ്നഃ സുഷുപ്തിരിതി വൃത്തയഃ താ ഏനൈവാനുഭൂയന്തെ ഏന ഏവ അനുഭൂയന്തെ എന്നാണ് വാക്ക് കേട്ടോ. ഏന ഏവ അനുഭൂയന്തെ ഏവ ഏന അനുഭൂയന്തെ ഏന ഏവ അനുഭൂയന്തെ കേട്ടോ. അപ്പോൾ കിട്ടിയല്ലോ. അതായത് സ്വപ്നത്തിൽ ജാഗ്രത 3 അവസ്ഥകളുണ്ട്. എന്തൊക്കെയാണ്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ 3ഉം ബുദ്ധിയുടെ വൃത്തികളാണ്. അത് യാതൊരുവിനാൽ അനുഭവിക്കപ്പെടുന്നുവോ ആ സാക്ഷിയായ, അവിടെയൊക്കെ സാക്ഷിയായിട്ടൊന്നുണ്ട്. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ സ്വപ്നാവസ്ഥയിലിരിക്കുമ്പോഴും സാക്ഷിയായിട്ട് വേറെ ഒന്നും അവിടെ ഉണ്ട്. നമ്മൾ സ്വപ്നം കാണുക എന്ന് വിചാരിക്കുന്നത് ആരാ? അല്ലേ? സ്വപ്നം നമ്മളെന്നും സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നത്തിൽ നമ്മൾ കാണുന്നു എന്ന് അറിയുന്നത് ആരാ? ഞാനാണ്. സുഷുപ്തിയിൽ നമ്മളിൽ ആരുണ്ട്? ഞാനുണ്ട്. എപ്പോഴാണ് അത് പറയുന്നതെന്ന് ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന ആരാ? സുഖമായിട്ട് ഉറങ്ങിയില്ല ഒരാളവിടെ കിടന്ന് എപ്പോഴോ. അപ്പം നമ്മളിൽ ആരുമില്ല ഇല്ലേ? ശരിക്കും പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ ആരുമില്ല അവിടെ. ഞാനുമില്ല. എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ആ ത്രിഗുണങ്ങളിലെ തമോ ഗുണം ഉള്ളപ്പോൾ നമ്മൾ ഉറങ്ങും. നല്ല ഗാഠനിദ്രയിൽ നമ്മളൊരിക്കലും ഞാനെന്നുള്ള കാര്യം ഉദ്ദേശിക്കുന്നേ ഇല്ല. അപ്പോൾ എപ്പോഴാണ് പിന്നെ അത് വരുന്നത്? നമ്മൾ ഉറങ്ങിയെന്ന് നമ്മൾ തന്നെ പറയുമ്പോഴാണ്. നന്നായി ഉറങ്ങി എന്ന് പറയുമ്പോൾ ആ നന്നായി ഉറങ്ങി എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. ആ എന്നിലെ ഞാനാണത് പറയുന്നത്. ഞാൻ നല്ലോണം ഉറങ്ങിയെന്ന്. ഉണർന്നിരിക്കുമ്പോഴോ ഞാൻ ഉണർന്നിരിക്കുക. അത് ജാഗ്രത. അതിനകത്ത് വേറെ ആരും പറയാനില്ല. കാരണം എപ്പോഴും ഞാൻ അവിടെ ഉണ്ട്. ഇനി ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോഴോ സ്വപ്നാവസ്ഥയിൽ ആ സ്വപ്നം കാണുന്നൊരു ഞാൻ അവിടെയുണ്ട്. അപ്പോൾ ഈ 3 അവസ്ഥകളിലും ഞാൻ എന്ന് പറയുന്ന ആ ഒരു ചൈതന്യം നമ്മളിലുണ്ട്. അത്രയേ ഉള്ളൂ. സാക്ഷി. അതിനാണ് ഒരു സാക്ഷി എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ വേഗം എന്ന് പറയുന്നൊരു വാക്കാണ് മനസാക്ഷി. കാരണം വേറെ ആർക്കും അറിയാൻ വയ്യാത്ത ഒരു രഹസ്യം നമുക്കുണ്ടെങ്കിൽ ആ രഹസ്യം അറിയുന്ന ഒരാളുണ്ട് നമ്മളിൽ. ആ നമ്മൾ പറയുന്ന ഞാൻ. അതിനെ വെട്ടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് സത്യമായ കാര്യം. എളുപ്പം നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പിടികിട്ടാനായിട്ട് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴീ പറയുന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു ശരിയുടെ വേണ്ട, തെറ്റിൻ്റെ കാര്യം എടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു നല്ല പണി തരാൻ നമ്മൾക്ക് തന്നെ ഉപയോഗിക്കാമെന്ന്. നമ്മളൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന് ലോകമൊന്നും അംഗീകരിക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ തെറ്റാണല്ലോ. അത് ഒരാളിൻ്റെ മോഷ്ടിച്ചെടുക്കുക, അതൊരു തെറ്റാണ്. അത് എല്ലാവർക്കും അംഗീകരിച്ചൊരു തെറ്റാണ്. അതുകൊണ്ട് നമുക്കതിനെ എടുക്കാം. മോഷണം ഒരു തെറ്റാണെന്ന് നമ്മളുടെ സമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഒരാൾ നമ്മൾ കഷ്ടപ്പെടാതെ വേറൊരാളിൻ്റെ മുതൽ നമ്മൾ എടുക്കുന്നു. ആ ഒരു സാധനം അയാൾ അറിയാതെ എടുക്കുന്നു. അതാ ചോദിച്ചിട്ടെടുക്കുന്നതിന് മോഷണം എന്ന് പറയാൻ പറ്റത്തില്ല, അനുവദിച്ചിട്ട്. ഇത് അറിയാതെ അയാളെ വഞ്ചിക്കുക, അയാളെ നമ്മൾ ചതിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ അറിയാതെ നമ്മൾ എടുക്കുന്നു. അത് നമ്മളെടുത്തു, നമ്മളത് പ്രയോജനപ്പെടുത്തി എന്തൊക്കെ ചെയ്തു. പക്ഷേ വേറെ ആരും ലോകത്തിലൊരു ആൾ പോലും അതറിഞ്ഞിട്ടില്ല, ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരാൾക്കറിയാതെ. ആ ആരാ? ഞാൻ എന്ന് പറയുന്ന ആ ഞാൻ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാനത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ പറയുന്നത് ഈശ്വരനറിയാതെ ഒന്നും നടക്കുന്നില്ലെന്ന്. സത്യമല്ലേ? ഭഗവാൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല. അതാണ് ഈശ്വരനാണ് ഞാൻ എന്ന് പറയുന്ന ആ സാധനം ഞാനാണ്. അപ്പം നമുക്കൊരു ചോദ്യമുണ്ട്. എത്ര ചോദ്യം ചോദിക്കും? ആ ഞാൻ തന്നെ എല്ലാവരിലും ഇരിക്കുന്നെങ്കിൽ എല്ലാവരിലും അത് ആ ഞാനുണ്ടെങ്കിൽ ഒരേ ആളാണെങ്കിൽ ആ ആളും അത് അറിയുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാവുന്നതാണ്. ആ കാര്യം അപ്പോഴറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഏതോ ജന്മത്തിലോ അല്ലെ അടുത്ത ജന്മത്തിലോ അയാളും അറിയും. ആ കാര്യം മറ്റേ ആൾ ചെയ്തതായിട്ട് അയാളും അറിയും. മറ്റേ ആളെന്നല്ല, ആ ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തി അറിയാം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ യോഗമുള്ളവർക്ക്, യോഗീശ്വരന്മാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ യോഗമുള്ളവർ എന്ന് പറഞ്ഞാൽ അതിനുള്ള അനുഭവിക്കാനുള്ള അർഹതയുള്ളവരെന്നുള്ള അർത്ഥത്തിലല്ല, യോഗസിദ്ധി ഉള്ളവർക്ക് അറിയാൻ കഴിയുമത്. കാരണം അവർക്ക് വ്യക്തമായിട്ടറിയാം എന്താ അറിയാവുന്ന എന്നിലും ആ മോഷ്ടിച്ച ആളിലും എന്നിലുമുള്ള ഈശ്വരൻ ഒന്നാണ് എന്നറിയാവുന്നയാൾക്ക് മറ്റേ ആൾ ചെയ്ത പ്രവൃത്തി അയാൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് സർവജ്ഞൻ എന്ന് ഈശ്വരനെ വിളിക്കുന്നത്. എല്ലാം അറിയുന്നവൻ.
ഈശ്വരനാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഈശ്വരൻ്റെ കടാക്ഷം കുറച്ചെങ്കിലും കിട്ടിയിട്ടുള്ള യോഗികൾക്ക് സർവജ്ഞന്മാരാണ് അവരെന്ന് നമ്മൾ പറയത്തില്ല, സർവജ്ഞനല്ലേ, എല്ലാം അറിയുന്ന ആളല്ലേ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പല അത്ഭുതങ്ങളായിട്ട് നമ്മുടെ ചെയ്ത തെറ്റുകൾ തെറ്റാണെങ്കിലും ഗുണമാണെങ്കിലും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് യോഗം കൊണ്ടറിയാവുന്നവർ ഈ പിന്നെ സിദ്ധികളൊക്കെ ഉള്ളവർ പറയുമെന്ന് പറയുകയില്ലേ, അതെന്തുകൊണ്ടാണ്? അവർക്ക് ഞാനും ഈശ്വരനും ഒന്നാന്നുള്ള ചിന്ത അവരുടെ മനസ്സിലല്ല, അവർക്കത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ തെറ്റ് എനിക്ക് മാത്രം അറിയാം, ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ തെറ്റ് ഞാൻ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലായി. മതാമൃതാനന്ദമയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയാറുണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കുണ്ടായിട്ടില്ലെന്ന്. അപ്പോൾ അതൊരു അത്ഭുതമായിട്ട് ലോകം പറയുന്നുണ്ട്. അങ്ങനെ 1-2 അത്ഭുതമെങ്കിലും ആരുടെയെങ്കിലും പറഞ്ഞ് ശരിയായിട്ടായിരിക്കാം ആ മഹതി അങ്ങനെ ഇപ്പോഴും വന്ദിക്കപ്പെടുന്നത്. അതിനകത്തൊന്നുമില്ല. അവർ ഒരു മുഖസ്ത്രീയായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്കത് വിശ്വസിച്ചേ പറ്റൂ. കാരണം അവർക്ക് എന്തോ ഒരു സിദ്ധി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേര് സന്യാസിമാരായിട്ടുള്ളവരുണ്ട്, അവരുടെ ഒന്നും അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി ചെല്ലുന്നില്ലല്ലോ. അപ്പോൾ അതിലെന്തോ ഉണ്ട്. സത്യസായി ബാബയ്ക്ക് അറിയാമായിരുന്നെന്ന് പറയും. നമ്മൾ ചെയ്ത് തെറ്റുന്ന അവർക്ക് ആ മനസ്സിൽ തെറ്റാണെങ്കിലും ഗുണമാണ്, നമ്മുടെ മനസ്സ് വായിക്കാനുള്ളൊരു കഴിവ് ഇങ്ങനെയുള്ളവർക്കുണ്ട്. ഹരിയോം. അടുത്തതിനോട്ട് പോകാവേ. ഞാനിതൊന്ന് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ ഏഭിസ്ത്രീവർണൈ പര്യസ്തൈർ ബുദ്ധിഭേദൈക്രിയോദ്ഭവൈ സ്വരൂപമാത്മനോ ബുദ്ധ്യേത് ഗന്ധൈർ വായും ഇവ അന്വയാത്. ഏഭിസ്ത്രീവർണൈ പര്യസ്തൈർ ബുദ്ധിഭേദൈക്രിയോദ്ഭവൈ സ്വരൂപമാത്മനോ ബുദ്ധ്യേത് ഗന്ധൈർ വായും ഇവ അന്വയാത്. ഈ 3 ഗുണങ്ങളിൽ നിന്ന് ഉണ്ടായി വന്നിരിക്കുന്ന കർമ്മങ്ങളിൽ ക്രിയകളിൽ നിന്ന് ജനിച്ചവർ നിരസിക്കപ്പെട്ടവയുമായ ബുദ്ധിഭേദങ്ങളാൽ ഗന്ധങ്ങളാൽ വായു ഇവയെന്ന പോലെ ഗന്ധങ്ങളെ വായു കൊണ്ടുപോകുന്നത് പോലെ അന്വയം ഹേതുവായിട്ട് ആത്മസ്വരൂപത്തിനെ ബോധിക്കണം, അവർക്ക് മനസ്സിലാകണം. ഞങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അത് പകർന്ന് കിട്ടാനുള്ള ഒരു കഴിവ് ഉണ്ടാകണം. അത് മുമ്പേ ഞാൻ പറഞ്ഞത് തന്നെ. ഏതദ്വാരാഹി സംസാരോ ഗുണകർമ്മ നിബന്ധനഃ അജ്ഞാനമൂല അപാർത്ഥോപി പുംസ ഏവ ഇവേക്ഷ്യതേ. ഏതദ്വാരോ ഹി സംസാരോ ഗുണകർമ്മ നിബന്ധനഃ അജ്ഞാനമൂലോപാർത്ഥോപി. അവിടം വരെ ഒന്നിച്ച് വായിക്കാം. പുംസസ്വപ്ന ഇവേക്ഷ്യതേ ഇവ ഈക്ഷ്യതേ ഇവ ഈഷ്യതേ ഇച്ഛ ഇല്ല കേട്ടോ, ഈക്ഷ്യത അല്ല, ഇവേക്ഷ്യതേ പറയപ്പെടുന്നു എന്ന്. ഗന്ധം പൂവിൽ നിന്ന് ഗന്ധം വന്നിരിക്കുന്നത്. അപ്പോൾ പൂവും ഗന്ധവുമായിട്ടൊരു ബന്ധമുണ്ട്. അത് വായുവിൻ്റേതല്ല സത്യത്തിൽ, ആണോ? പൂവിൻ്റെ ഗന്ധമാണ്, അത് വായുവിൽ കലർന്നത്. ഗന്ധവും രണ്ടും കൂട്ടുകാരാണ്. വായുവിൻ്റേതല്ല അതിനകത്തെ. വായു അത് കൊണ്ടുപോകാനൊരു വഴി ഉണ്ടാക്കിയിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ സുഖദുഃഖങ്ങൾ ബുദ്ധിധർമ്മങ്ങളാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്കത് രണ്ടും കൂടെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. പൂവിൻ്റെ മണവും അതിൻ്റെ മണം എന്തിനോട് ചേർന്നായിരിക്കുന്നത്? പൂവിനോട് ചേർന്നായിരിക്കുന്നത് അല്ലേ? അല്ലാതെ അത് വായുവിൽ നല്ല മണം വരുത്തുന്നുണ്ട്. വായുവിൻ്റെ ഗുണമാണോ? അതാണ് ചോദ്യം. വായുവിൻ്റെ ഗുണമാണോ അത് ഗന്ധം? അല്ല, അതെന്തിൻ്റെ ഗുണമാണ്? പൂവിൻ്റെ ഗുണമാണ്. പൂവിനൊരു ഗുണമുണ്ട്, അതെന്താണ്? ഗന്ധമാണ്. ഇത് രണ്ടും ശരിയാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് നമുക്ക് അനുഭവം ആകുന്നത്? അത് വായുവിൽ കലരുമ്പോഴാണ് അല്ലേ? അപ്പം നമ്മൾ ഈ സുഖവും ദുഃഖവും നമ്മൾക്കുള്ളതാണ്. അത് ബുദ്ധിയുടെ ധർമ്മമാണ്. അതായത് പൂവിൻ്റെ ധർമ്മമാണ് ഗന്ധം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ധർമ്മമാണ് സുഖവും ദുഃഖവും. അതിനകത്ത് സുഖമേതാ, ബുദ്ധി കൊണ്ട് നമുക്ക് സുഖമേതാ ദുഃഖമേതാന്ന് നമ്മൾ തന്നെ വേർതിരിച്ചെടുക്കുക. അപ്പോൾ ഈ സുഖം എന്ന് പറയുന്നത് പലർക്കും ദുഃഖമായി ഭവിക്കും. എനിക്കുള്ള സുഖം എന്ന് പറയുന്ന കാര്യം വേറൊരാൾക്ക് ദുഃഖമായിട്ടായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്, മറ്റേ ആളിന് അതിൻ്റെ മണം അടിച്ചാൽ ഛർദ്ദിക്കാൻ വരും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ഇരിക്കും? അതുപോലെ മധുരം, ശർക്കര എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞോളാം. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. ശർക്കര എനിക്ക് ഏത് രൂപത്തിൽ കിട്ടിയാലും ഇഷ്ടമാണ്. ഉരുകി കിട്ടിയാലും ഇഷ്ടമാണ്, കല്ലായിട്ട് കിട്ടിയാലും ഇഷ്ടമാണ്, പൊടിയായിട്ട് കിട്ടിയാലും ഇഷ്ടമാണ്.
അത് കഴിക്കും. വേറൊരാളിനത് കാണുമ്പോൾ ശർക്കരയൊക്കെ കടിച്ച് ഞാനിങ്ങനെ പൊട്ടിക്കുമ്പോൾ പലരും അത് അസഹ്യമായിട്ട് പല്ല് പൊളിക്കുകയല്ലേ, ഇത്ര കട്ടിയുള്ള സാധനത്തിൽ എങ്ങനെയാണ് കടിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള അതുപോലെ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാത്തവരും തമ്മിൽ നമുക്ക് വേർതിരിച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അത് കഴിക്കുന്നവർ രുചിയോടെയാണ് അത് കഴിക്കുന്നത്. പക്ഷേ അത് കഴിക്കാത്തവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. അത് കാണുന്നത് തന്നെ ബുദ്ധിമുട്ട് തോന്നിക്കുന്നവരുണ്ട്. ഒരാൾ കഴിക്കുമ്പോഴേ അന്ന് ആ ദിവസം ആഹാരം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരെ എനിക്കറിയാം. ഈ മത്സ്യമാംസം കഴിക്കുന്നത് കണ്ടാൽ ഭക്ഷണം കഴിക്കുകയില്ലാത്ത ആൾക്കാർ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് ആ കഴിക്കുന്ന ആളിനും അത് ഇഷ്ടമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് സുഖമാണ്, വളരെ സുഖമാണ്. ശർക്കര കടിച്ച് പൊട്ടിക്കുന്നത് എനിക്ക് നല്ല സുഖമാണ്. പക്ഷേ വേറൊരാളിനത് കാണുമ്പോൾ അസഹ്യമായിട്ട് തിരിഞ്ഞു നിൽക്കും. അങ്ങനെ അത് ബുദ്ധി ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ ബുദ്ധിയിൽ ആണ്, അല്ലാതെ അതിൻ്റെ കുഴപ്പമല്ലത്, ശർക്കരയുടെ കുഴപ്പമല്ലത്. അപ്പം നമ്മുടെ കുഴപ്പമാണ് സുഖവും ദുഃഖവും നമ്മൾ തീരുമാനിക്കുക. നമുക്ക് പൊതുവേ എല്ലാവരും ദുഃഖമെന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നമുക്ക് ദുഃഖമില്ല എന്ന് വരുത്താനും ഒരു കാര്യം. നമ്മൾ സാധാരണ ഒരു മരണത്തിനെ നമുക്കതിനകത്തുനിന്നോട്ട് കൊണ്ടുവരാം. ഒരു മരണമുണ്ടായി, നമുക്കടുത്ത ആൾ നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരാൾ മരിച്ചു. ആ മരിച്ചപ്പോൾ ആ ആളിൻ്റെ ദുഷ്ടപ്രവൃത്തികൾ, അയാൾ ഒരുപാട് ദുഷ്ടപ്രവൃത്തികൾ വേറൊരാളിനോട് ചെയ്തിട്ടുണ്ട് എന്നിരിക്കട്ടെ. ആ ആളിന് എങ്ങനെയായിരിക്കും തോന്നുന്നത് ആ മരണം? അയാൾ മരിച്ചു പോയല്ലോ, സന്തോഷമായി, ഇനി ആ ശല്യം ഉണ്ടാവുകയില്ലല്ലോ. ഒരാളിനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് മരിച്ചു പോവുകയാണെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും? അപ്പോൾ അയാൾക്കത് സുഖമാണ്. നമുക്കോ നമ്മുടെ ആളെ നഷ്ടപ്പെട്ട ദുഃഖം ഏതാണെങ്കിലും അല്ലേ, അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ അവിടെ സുഖം ഉണ്ടാക്കുന്നതും ദുഃഖം ഉണ്ടാക്കുന്നതും നമ്മുടെ ആ മരണം എന്ന് പറഞ്ഞാൽ കർമ്മമാണോ? അല്ല, നമ്മുടെ മനസ്സിലെ ബുദ്ധിയാണ് അതിനെ. എൻ്റെ ബുദ്ധിയിലത് ദുഃഖവും മറ്റേ ആളിൻ്റെ ബുദ്ധിയിലത് സുഖവും ആകണമെങ്കിൽ ഈ മരണം എന്ന് പറയുന്ന കാര്യം ഒരു ദുഃഖമല്ല. അതുണ്ടാക്കുന്ന ആൾ, അനുഭവിക്കുന്ന ആളിനെ സംബന്ധിച്ച് അതാണ് എളുപ്പമായിട്ട് പറയാമല്ലേ. അനുഭവിക്കുന്ന ആളിനെ സംബന്ധിച്ച് ദുഃഖമാണെങ്കിൽ അത് ദുഃഖവും, സന്തോഷമാണെങ്കിൽ സന്തോഷവും ആകും. അത്രയേ ഉള്ളൂ. അത് നമ്മൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ ആ സുഖത്തെ ദുഃഖമാക്കിയെടുക്കാനും ദുഃഖത്തെ സുഖമാക്കിയെടുക്കാനും ഒരാളിന് മനഃപൂർവ്വം വിചാരിച്ചാൽ സാധിക്കും. മനസ്സിലായോ? എനിക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ജീവിതങ്ങളിൽ എനിക്ക് പ്രതിസന്ധികൾ ഒരുപാടൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പലരും പറയാറുള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു പ്രശ്നമാണെന്ന്. ഏതദ്വാരാ ഹി സംസാരോ ഗുണകർമ്മ നിബന്ധനഃ ജ്ഞാനമൂലോപാർത്ഥോപി പുംസസ്വപ്നൈവേഷ്യതേ. അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ഡിസ്റ്റർബൻസ് ഒരു ഫോൺ കോൾ വന്നത്. ഗുണകർമ്മ നിബന്ധന, ഗുണങ്ങളാലും കർമ്മങ്ങളാലും ബന്ധിക്കപ്പെട്ട ഈ സംസാരം ഈ ബുദ്ധിവൃത്തികളാകുന്ന ദ്വാരത്തോടു കൂടിയതാണ്. അതുകൊണ്ട് അജ്ഞാനം കൊണ്ട്, അതായത് എന്ത് എന്നുള്ള അറിവില്ലായ്മ, ഞാൻ ആരാണ് എന്നുള്ള അറിവില്ലായ്മ കൊണ്ട് അപാർത്ഥ, ഇതിനകത്ത് അർജുനൻ്റെ കാര്യമൊന്നുമല്ല. അപാർത്ഥ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത അത് ആകുന്നു എങ്കിലും അർത്ഥ ആണ്. അപാർത്ഥ അതാണ് അപാർത്ഥാപി എന്ന് വന്നത് കേട്ടോ. അത് ഓർത്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ പറഞ്ഞത് തന്നെ. തസ്മാത് ഭവദ്ഭി കർത്തവ്യ കർമ്മണാം ത്രിഗുണാത്മനാം ബീജനിർഹരണം യോഗ പ്രവാഹോ പരമോ ധിയഃ. തസ്മാത്, അത് കാരണം ഈ ത്രിഗുണങ്ങളുടെ കൊണ്ടുണ്ടായ കർമ്മങ്ങളുടെ അതിൻ്റെ ആ ബീജത്തെ, ആ ഉണ്ടായിരിക്കുന്ന കർമ്മത്തെ ബുദ്ധിയുടെ പ്രവാഹം കൊണ്ട് ഉപശമിപ്പിക്കണം. നമ്മുടെ ബുദ്ധി കൊണ്ട് ഈ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖത്തിൻ്റെ ദുഃഖം, നമ്മൾ പറഞ്ഞല്ലോ ബുദ്ധി കൊണ്ടാണ് നമ്മൾ സുഖവും ദുഃഖവും അനുഭവിക്കുന്നതെന്ന്. നമ്മുടെ ബുദ്ധി സുഖമാണ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനകത്ത് ദുഃഖത്തിനകത്ത്, ആ ദുഃഖം ഉണ്ടാകുന്ന കാര്യത്തിനകത്ത് നമുക്ക് സുഖം കണ്ടെത്താൻ പറ്റും. ദുഃഖം ആണെങ്കിൽ ഇപ്പം ഞാൻ പറയാം, ഒരു വളരെ മേലാത്തൊരു കുട്ടി, ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് എന്താ ഈ ചേച്ചി ഇങ്ങനെ പറയുന്നത്. വളരെ ശാരീരികമായിട്ട് പീഡനങ്ങൾ ജന്മനാലേ വൈകല്യമുള്ള ഒരു കുട്ടി, അതിനെ വളർത്തിക്കൊണ്ടൊരു അമ്മ.
16 അത്രയും പ്രായമാകുന്നിടം വരെ വളർത്തി അവർക്ക് സന്തോഷമുണ്ടോ അപ്പോഴെപ്പോഴെങ്കിലും? ഇല്ല. ആ സമയത്ത് മുഴുവൻ അവർ ദുഃഖം അനുഭവിക്കുന്നത്. ആ ദുഃഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, എന്നാലും അവരൊക്കെ അതിനെ ഓരോ ദിവസവും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് അവർക്ക് സുഖം കണ്ടെത്തുന്നതുകൊണ്ടല്ല അവർ അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു സുഖവും ഉണ്ട് അവർക്ക്. കുട്ടി ഉണ്ടെന്നതിന് അവർക്ക് ആ ഒരു കുട്ടിയേ ഉള്ളൂ. ഒരു ഈ മേലാത്തതാണ് താനും അത്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അത് മരിച്ചു പോകുന്നു. ഈ ഉദാഹരണം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. മരിച്ചു പോകുന്നു. ആ കുട്ടി ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ. ഇത് മരിച്ചു പോയപ്പോൾ അമ്മയ്ക്ക് ദുഃഖം ഇല്ലാതാകുന്നുണ്ട് ഉടനെ. അപ്പോൾ അമ്മ ദുഃഖിച്ച് തന്നെയല്ലേ ഇരിക്കുന്നത്. ആ കുട്ടി പോയല്ലോ, എനിക്കിനി എന്താ ചെയ്യാനുള്ളതെന്ന്. പ്രത്യേകിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ടത്. അങ്ങനത്തെ കുട്ടികളിലൊക്കെ പോകുമ്പോൾ അമ്മമാർക്ക് ഭയങ്കരമായ ദുഃഖമാണ്. കാരണം അവരെപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് അവരുടെ ദിനചര്യയിൽ പെട്ട കാര്യമല്ലത് മുഴുവൻ നേരവും ഫുൾ ടൈം ആ കാര്യം മാത്രം ശ്രദ്ധിച്ചിരുന്ന, ലോകം എങ്ങനെ പോകുന്നെന്നറിയാതെ ആ കുട്ടിയെ മാത്രം വിചാരിച്ച് ജീവിച്ചിരുന്ന അവർക്ക് ആ കുട്ടി പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം സാധാരണ ആരോഗ്യമുള്ള ഒരാൾ പോകുന്നതിനേക്കാൾ വലുതായിരിക്കുമെന്നാണ് പറയുന്നത്. മാനസികമായിട്ട് ആ പ്രത്യേക വ്യക്തിക്കുണ്ടാകുന്നത് ഞാൻ പറഞ്ഞത്. പക്ഷേ അവരതിനെ സുഖമായിട്ട് കാണാൻ അവരുടെ ബുദ്ധി കൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ പറ്റില്ലേ? എന്താ ഇത്രയും നാൾ അതിന് ഒരു പ്രയോജനം ആ കുഞ്ഞിനുമില്ല, ആ കുഞ്ഞിനെ കൊണ്ട് ലോകത്തിനുമില്ല, ആ സ്വന്തം നോക്കുന്ന അമ്മയ്ക്കുമില്ല. പിന്നെ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുമാണ്. ആ കുട്ടി പോകുന്നതല്ലേ നല്ലത് എന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് സുഖം ഉണ്ടാകുകയില്ലേ? അത്രയും ആശ്വാസമായി. അതിൻ്റെ ജീവിതം എത്രയേ ഉള്ളെന്ന് ഞാൻ വിചാരിച്ചാൽ മതിയെന്ന് ഓർക്കുവാണെങ്കിൽ അത് സുഖമായി തീരും. ഈ രണ്ടും അവിടെ ആ സംഭവങ്ങൾ നടന്നു. ഒന്ന് ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കി തിരിച്ചു സുഖമാണ് അതെനിക്കിപ്പോൾ അതുകൊണ്ട് ആ ഒരു ദുഃഖം മാറിയല്ലോ എന്ന് അവർക്കറിയാം. സാധാരണഗതിയിൽ ആദ്യത്തെ ദിവസം തോന്നുകയില്ലെന്നേ ഉള്ളൂ. ഒരു 2 മാസം കഴിയുമ്പോൾ അവർക്കത് നന്നായെന്ന് തോന്നും. അവർ തന്നെ പിന്നീട് പറയും നന്നായെന്ന്. അതെന്താ, എങ്ങനെയാണ് അതങ്ങനെ ആയിത്തീർന്നത്? ബുദ്ധി കൊണ്ട് പല പ്രാവശ്യം പലരും പറഞ്ഞത് കേട്ടും മനസ്സിലാക്കി അവർ തന്നെ അതിൽ നിന്ന് റിക്കവറായി, അതിൽ നിന്ന് ഔട്ട്കം അതിൽ നിന്ന് പുറത്ത് കിടന്നു. ആ ദുഃഖത്തിൽ നിന്ന് അവർ പുറത്ത് കിടന്നു. അങ്ങനെ അതാണ് ഇവിടെ പറഞ്ഞത്. തത്രോപായ സഹസ്രാണാം അയം ഭഗവതോദിതഃ യതീശ്വരേ ഭഗവതി യഥാ യൈരഞ്ജസാരതിഃ. തത്രോപായ സഹസ്രാണാം അയം. ഉപായ സഹസ്രാണം, പല വിധങ്ങളിലുള്ള പല പ്രവൃത്തികൾ കൊണ്ട്, പല സൂത്രങ്ങൾ കൊണ്ട്, ഉപായങ്ങൾ കൊണ്ട് ഭഗവാനിൽ ഉപദേശിക്കപ്പെട്ടത് ഇതാണ്. ഞാൻ കേട്ടത് ഈ ഉപദേശമാണ്. യാതൊന്നുകളാൽ എങ്ങനെയൊക്കെ ആയാൽ ഭഗവാനിൽ ഈശ്വരേ ഭഗവതി, ഈശ്വരനായ ഭഗവാനിൽ രതി ഉണ്ടാകുന്നത്, പരമമായ പ്രേമമുണ്ടാകുന്നത്, യാതൊന്നാണോ അതാണ് ഈ കാര്യം. അതിനകത്ത് ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ടത് അല്ലേ? ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ട്. യത് കരോഷി യത് അശ്നാസി യജ്ജുഹോഷി ദദാസി യത്. അങ്ങനെയാണ് ശ്ലോകമില്ലേ? തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മതർപ്പണ. എനിക്ക് അർപ്പിതമായിട്ട്, അത് വീണ്ടും പറഞ്ഞതാണ്, എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു ശ്ലോകമാണ്. സകല കർമ്മങ്ങളും ഭഗവാന്റെ ആരാധനയായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ഭക്തിയുടെ ഉത്തമ ലക്ഷണമാണത്. അത് നിമിത്തം നമ്മുടെ സംസാര ബന്ധമുക്തിയും സിദ്ധിക്കും. നമുക്ക് ഭഗവാനോട് എപ്പോഴും ചേർന്നിരിക്കുകയും ചെയ്യാം. നമ്മുടെ കർമ്മങ്ങൾ നടക്കും, സന്തോഷമായിട്ട് ആ കർമ്മങ്ങൾ നടക്കും. ഭഗവാനിൽ അർപ്പിതാശയ, ഭഗവാനിൽ മതർപ്പണം, തത് കുരുഷ മതർപ്പണം. എനിക്ക് അർപ്പിക്കുന്നതായിട്ട് നിങ്ങൾ ഏത് പ്രവൃത്തിയും ചെയ്യുക. അപ്പോൾ അതെനിക്ക് സന്തോഷകരമാകുകയും ചെയ്യും, നിങ്ങൾക്കും അത് സന്തോഷമാണ്. ഗുരു ശുശ്രൂഷയാ ഭക്തിയാ സർവലബ്ധ അർപ്പണേന ച സംഗേന സാധുഭക്താനാം ഈശ്വര ആരാധനേന ച. ഗുരുക്കന്മാരുടെ ശുശ്രൂഷ കൊണ്ടും ഭക്തി കൊണ്ടും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഭഗവാന്റെ ഭക്തരെ. ആ ഭക്തരാണല്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതോ എന്തെങ്കിലും ചെയ്യുന്നത്. അവർ തന്നെ വീണ്ടും ഗുരുക്കന്മാരാകും. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേട്ടോ. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വേറൊരാളിനോട് പറഞ്ഞു കൊടുക്കാം ഉടനെ തന്നെ. അപ്പം നമ്മൾ പരമ്പര ഇങ്ങനെ പോകുമെന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമായിട്ടും. അപ്പോൾ ഗുരുക്കന്മാരുടെ ശുശ്രൂഷ കൊണ്ട്, അപ്പോൾ ഗുരുക്കന്മാരെ അവരെ സേവിക്കുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ അവരെ എപ്പോഴും പോയി തൊഴുത് നിൽക്കണമെന്നല്ല. അവർ പറയുന്നത് അനുസരിക്കുക, അവർ പറയുന്നത് കേൾക്കുക, അവർ പറയുന്ന പാഠങ്ങളോ കാര്യങ്ങളോ മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, അത് പ്രാവർത്തികമാക്കുക. അതാണ് ഗുരു ശുശ്രൂഷ
അതുപോലെ തന്നെ അവരെ നിന്ദിക്കാതിരിക്കുക. ഗുരുത്വം നമ്മൾ പറയുന്നത് ഭക്തി കൊണ്ടും എല്ലാം അർപ്പണേന എല്ലാം കിട്ടുന്നതെല്ലാം ഭഗവാനായിട്ട് സമർപ്പിച്ചുകൊണ്ടും സാധുക്കളുടെ ലക്ഷണമായ ആ ഭക്തന്മാരുടെ സംസർഗം കൊണ്ടും അല്ലേ, ഭക്തന്മാരുമായിട്ട് സംസർഗം ഉണ്ടാകുക. ഒരുപാട് വിഷയികളുമായിട്ട് സംസർഗം ഉണ്ടായാൽ നമുക്ക് ഉപഭോഗ വസ്തുക്കൾ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കും. നമ്മളെപ്പോലെ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ ഗുരു അങ്ങനെ ഓർക്കരുതേ. എനിക്കറിയാവുന്നത് എന്നോട് സ്വാമിജി പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഞാൻ അനുസരിക്കുന്നതേ ഉള്ളൂ. അടുത്ത തലമുറയ്ക്കോ അല്ല വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. അതല്ലാതെ ഞാനിവിടെ ഇവിടെ ഈ പറഞ്ഞ ഗുരുവിൻ്റെ മഹാത്മ്യമൊന്നും എനിക്കില്ല. ഇത് പിന്നെ സാധാരണക്കാരായിട്ടുള്ളവർ ഉപഭോഗ വസ്തുക്കളുടെ പുറകെ പോകുന്നതിന് പകരം ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഭഗവാന്റെ കഥകളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക. അതൊരു നല്ല സുഖമാണ്. അതൊരു സത്യമാണ്. അത് കേട്ടുകൊണ്ടിരിക്കാനും പറഞ്ഞുകൊണ്ടിരിക്കാനും സുഖമാണ്, കേൾക്കുന്നവർക്കും സുഖമാണ്. അതുകൊണ്ട് അങ്ങനെയാണ് നാരദ മഹർഷി ഉപദേശിച്ച ഭക്തി സാധനങ്ങളാണ് പറയുന്നത്. ഗുരുഭൂതന്മാരെ നിഷ്കപടമായി സേവിക്കുക, ഒട്ടും കപടമില്ലാതെ, ഒരു വഞ്ചനയുമില്ലാതെ. ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടു, ഞാൻ തൊഴുതു നമസ്കരിച്ചു എന്ന് പറഞ്ഞ് അത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി അല്ലാതെ ഗുരുഭക്തിയോടുകൂടി ചെയ്യുക. കപടതയില്ലാതെ ഭക്തി ഉണ്ടായിരിക്കുക ഗുരുവിൽ. അതുപോലെ തന്നെ ആ ഗുരുവിനോട് വളരെയധികം അടുപ്പമുള്ള സ്നേഹം ഉണ്ടാവുക. അതൊക്കെ നിമിത്തം എന്താ ഉണ്ടാകുന്നത്? ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ സ്വാമിജിയോട് വളരെ ഇതായിട്ടുള്ള ഭക്തിപരമായിട്ട് ഒരു ഈശ്വരന് തുല്യമായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം എല്ലായിടത്തും ചെല്ലുന്നിടത്തും പറയും, ഇരുവനെല്ലൂർ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്, കുലീനകളായ സ്ത്രീകളാണ് അവിടെ വരുന്നതെന്ന് ഞങ്ങളെ പറ്റി പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ നേരിട്ട് കേട്ടിട്ടില്ല. പക്ഷേ നല്ല ഇതായിട്ട് നമ്മളെ വളരെ സ്നേഹമായിരുന്നു. പലയിടത്തും ക്ലാസ് എടുക്കുന്നത് പലയിടത്തെ കാര്യങ്ങളും സ്വാമിയെക്കുറിച്ച് പല കാര്യങ്ങളും അപവാദങ്ങളായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് പലയിടത്തും പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഒരു അനുഭവങ്ങളും സ്വാമിയിൽ നിന്ന് അത്രയ്ക്കും നല്ല ജ്ഞാനം പറഞ്ഞു തരാൻ മാത്രമായിട്ട് ഞങ്ങൾക്ക് അവിടെ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയും പ്രയോജനം കിട്ടിയത്. എനിക്കിവിടെ ഇത്രയും പേരെ പറഞ്ഞു തന്ന ആളിൻ്റെ ഒരു മഹത്വം നമ്മളിൽ ഒരുപാട് ഗുരുത്വം ഉള്ളതുകൊണ്ട്, അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്കിത് സാധിക്കുന്നത്. വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരു സമയവും അതിനുള്ള ഒരു അനുകൂല സാഹചര്യവും ഒക്കെ ഉണ്ടായാലല്ലേ പറ്റൂ. അതുകൊണ്ട് കപടമില്ലാത്ത ഭക്തി വേണം ഗുരുവിനോട്. പിന്നെ അവരിലോട് സ്നേഹമുണ്ടായിരിക്കണം. എല്ലാവർക്കായിട്ട് സമർപ്പിക്കുക, ഗുരുവിനായിട്ട് നമ്മൾ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരംബ്രഹ്മ. ഗുരു എന്താണ്? സാക്ഷാത് പരംബ്രഹ്മ, ഭഗവാൻ തന്നെയാണ്. തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവരും നമ്മുടെ ഭാരതത്തിലെല്ലാവരും തുടക്കത്തിലെ ചൊല്ലുന്നൊരു ശ്ലോകമാണ്, ഗണപതിക്ക് മുമ്പേ ചൊല്ലുന്ന ശ്ലോകമാണ്. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞാണ് പലയിടത്തും ഗണപതി ചൊല്ലുന്നത്, ഗണപതിയുടെ വിഘ്നേശ്വരനെ സ്തുതിക്കുന്നത്. അതുപോലെയാണ് ഗുരു ഉള്ളവർ സാധുലക്ഷണ സമ്പന്നരായ അവർ സാധുലക്ഷണ സമ്പന്നരായിരിക്കണം. അല്ലാതെ സാധാരണക്കാരെ പോലെ എന്നെപ്പോലുള്ളവരായിരിക്കരുത്. സാധുലക്ഷണം എന്ന് പറഞ്ഞാൽ സന്യാസിയുടെ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ ആളായിരിക്കണം. ഭക്തന്മാരോട് അവരോട് ചേർന്നിരിക്കുക എന്നാൽ അവരോട് ചേർന്ന് വസിക്കുക, അവരോട് ചേർന്ന് അവർ പറയുന്നത് കേൾക്കുക, ഈശ്വരനെ ആരാധിക്കുക. ഇതൊക്കെ ചെയ്യാനാണ് പറഞ്ഞത്. ശ്രദ്ധയാ തത് കഥാനാം ച കീർത്തനൈർ ഗുണകർമ്മണാം തത് പാദാംബുരുഹ ധ്യാനാത് തല്ലിംഗേക്ഷണാർഹണാദിഭിः. എന്നിട്ട് തത് ലിംഗം വിഗ്രഹങ്ങൾ വീക്ഷണം എന്ന് പറഞ്ഞാൽ കാണുക, സന്ദർശിക്കുക. പിന്നെ അർഹണാദിഭിः പൂജനം ചെയ്യുക. ഇതാണ് എന്നിവ കൊണ്ടും ഭഗവാന്റെ തത് കഥാനാം കഥകളിൽ ശ്രദ്ധയുണ്ടാകുന്നത് കൊണ്ടും ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും കീർത്തനം കൊണ്ടും ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കുന്നത് കൊണ്ടും ഭഗവാന്റെ വിഗ്രഹങ്ങളെ സന്ദർശിക്കുന്നത് കൊണ്ടും അത് ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്നിടത്ത് നമ്മൾ വളരെ ഭക്തിയോടെ പോകുന്നത് കൊണ്ടും പൂജനം കൊണ്ടും ഒക്കെ നമുക്ക് നമസ്കരിക്കുന്നത് കൊണ്ടുമൊക്കെ അങ്ങനത്തെ കർമ്മങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക. കുട്ടികളോട് പറയുന്നതാണ് പ്രഹ്ലാദൻ. ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്ത ഈശ്വരഃ ഇതി ഭൂതാനി മനസ കാമൈസ്തൈ സാധുമാനയേത്. അതിനകത്ത് തിരുത്താനൊന്നുമില്ല. ഭഗവാനാസ്ത ഈശ്വരഃ ഒന്നുമില്ല. എല്ലാ ജീവജാലങ്ങളിലും സർവ്വ ദുഃഖങ്ങളെയും സംഹരിക്കുന്ന
പരിപൂർണനായ ഈശ്വരൻ ആത്മാവായിരിക്കുന്നു എന്നുള്ള അഭിപ്രായത്തോടെ എല്ലാ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ ഉപകരിക്കുന്ന പ്രവൃത്തികൾ കൊണ്ട് അവരെ മാനിക്കുന്നത്, അത് ഭക്തരെ മാനിക്കുന്നത് ഭക്തിയുടെ ഒരു സാധനയാണ്. ഭക്തിയുടെ ഒരു പ്രതലമാണ്, ഒരു തലമാണ്. ഒരു തലത്തിലോട്ട്, ആ ഒരു സാധാരണ തലത്തിൽ നിന്ന് മുകളിലോട്ട് എത്തുന്ന തലത്തിലുള്ളതാണ്. അങ്ങനെ സകല ഭൂതങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് ഉപകരിക്കുന്നതാണ് ഈ ഭക്തി. ഏവം നിർദ്ദിത ഷഡ് വർഗൈ ക്രിയതേ ഭക്തിരീശ്വരേ വാസുദേവേ ഭഗവതി യയാ സംലഭതേ രതി. ഷഡ്വർഗങ്ങളുണ്ട്. അതായത് ഷഡ്വർഗങ്ങൾ 8 കാര്യം: കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇത് നേത്രം, ശ്രോത്രം, ജിഹ്വ, അതുപോലെ മൂക്ക്, ഘ്രാണം, ത്വക്ക്, നമ്മുടെ തൊലി, മനസ്സ്. ഇതാണ് 6 ഇന്ദ്രിയങ്ങൾക്ക് അവരുടെ കാര്യങ്ങളാണ്. ഇതൊന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോ. ഷഡ്വർഗങ്ങൾ: കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അത് നമുക്കറിയാം, ഈ 6 വൃത്തികൾ. പിന്നെ അത് എന്തൊക്കെ കൊണ്ടാണ്, അത് നമ്മൾ എന്ത് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന്. നേത്രം അല്ലെ, കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, മനസ്സ്. ഇതങ്ങനെ ഓർത്താൽ മതി. ഇങ്ങനെ വിവരിച്ച ഈ ഭക്തി സാധനകൾ അനവരത അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യപൂർണനും സർവസമർത്ഥനുമായ ഭഗവാനിൽ പ്രേമലക്ഷണയായ ഭക്തി ഉണ്ടായി വരുന്നു. ക്രമേണ ഭക്തി ഉണ്ടായി വരുന്നു. ആ സാധന ഭക്തി ഒരു പാകമായി കഴിയുമ്പോൾ പരമപ്രേമലക്ഷണങ്ങളായ അതങ്ങ് ഭക്തിയായിട്ട് ഭംഗി നല്ലവണ്ണം ഉറയ്ക്കുന്നു. ഏതവസ്ഥയിലും അതിനിളക്കം വരാത്ത വിധത്തിൽ ആനന്ദ സ്വരൂപം. അതിൻ്റെ സ്വരൂപം എന്താണ്? ആനന്ദമാണ്. ഭക്തിയുടെ സ്വരൂപം ആനന്ദമാണ്. അത് നമുക്ക് ലഭിക്കുന്നു. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗതം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗതം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. തുല്യങ്ങളല്ലാത്ത ഗുണങ്ങളെയും ശരീരങ്ങളിൽ പരാക്രമങ്ങളെയും ശരീരങ്ങളാൽ വീര്യാണി പരാക്രമങ്ങളെയും കർമ്മങ്ങളെയും കേട്ടിട്ട് വളരെയധികം സന്തോഷത്താൽ പുളകം നമുക്ക് പുളകിതരായിട്ട്, അതുപോലെ തന്നെ സന്തോഷം കൊണ്ട് ബാഷ്പജലങ്ങളാൽ ഗദ്ഗതത്തോട്, സന്തോഷം വരുമ്പോഴും നമുക്ക് കണ്ണുനീര് വരും ഇല്ലേ? അങ്ങനെ ഗദ്ഗതത്തോടും തൊണ്ടയിൽ കൊടുങ്ങും. നല്ല സന്തോഷമുള്ള കാര്യം പറയുമ്പോഴും നമുക്ക് പറയാൻ പറ്റാത്തൊരു സന്തോഷം. അതുപോലെ പ്രോത്കണ്ഠ ഉച്ചസ്വരത്തോടും കൂടിയവനായിട്ട് ഉദ്ഗാരി എപ്പോൾ ഉച്ചത്തിൽ പാടുന്നുവോ, നിലവിളിക്കുന്നുവോ, നടനം ചെയ്യുന്നുവോ. ഭഗവാനിൽ പ്രേമം ജനിച്ചവൻ്റെ ലക്ഷണമാണ് പറയുന്നത്. അത് പൂന്താൻ എഴുതിയിരിക്കുന്ന പോലെ അല്ലേ? നാണം കൂടാതെ നാമം ജപിക്കണം. ഒരു നാണവും ഇല്ലാതെ നാമം ജപിക്കണം. എല്ലാവരുടെയും നൃത്തം കുതിക്കണം എന്ന് പറയുന്നുണ്ട് പൂന്താനം. മുക്തകണ്ഠമായി ഉല്ലസിക്കുന്നു, പാടുകയും സന്തോഷസൂചകമായി നിലവിളിക്കുകയും അഭിനയിച്ച് കളിക്കുകയും ഭഗവാനായിട്ട് അഭിനയിച്ച് കളിക്കുകയൊക്കെ ചെയ്യും. അത് ഇസ്കോൺകാരുടെ പ്രാർത്ഥനയൊക്കെ ഈ ഭജനയൊക്കെ കണ്ടാൽ മനസ്സിലാവും. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി ആക്രന്ദതേ. ഹസതി എന്നാക്കണേ, ക്വചിത് ഹസതി എന്നാണ് വാക്ക്. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി എന്നെഴുതണം. ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ ഭക്തിഹരേ ജഗത്പദേ നാരായണേതി ആത്മമതിർഗതത്രപ. നാരായണേതി എന്നാക്കുക, പിന്നെ ആത്മമതിർഗതത്രപ എന്നാക്കുക. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ ഭഗവത് ഗുണങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് കരയും, ചിലപ്പോൾ ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കും. ചില സമയങ്ങളിൽ ജനങ്ങളെ ഭഗവാന്റെ സ്വരൂപമായിട്ട് ചിലരെ കാണും, നമസ്കരിക്കും. ഒരാളിനെ കണ്ട ഉടനെ നമസ്കരിക്കും വെറുതെ. അത് നമ്മൾ പറയും വട്ടാണെന്ന്. പക്ഷേ അവർ ആ യോഗികൾ കാണുന്നത് ആരെയാണ്? വേറൊരാളിനെ കാണുമ്പോൾ ഭഗവാനായിട്ട് അവർക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്തു ചെയ്യും? അവർക്ക് വട്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്തി ഒരു ഭ്രാന്താണ്. ശരിക്കും പറഞ്ഞാൽ ഭക്തി ഒരു ഭ്രാന്താണ്. മറ്റുള്ളവർ കേൾക്കുമോ, കളിയാക്കുമോ, ചിരിക്കുമോ എന്നുള്ള വിചാരത്താൽ സാധാരണക്കാർക്കുണ്ടാകുന്ന ലജ്ജയൊന്നും അവർക്കില്ല, നാണമൊന്നും മടിയൊന്നുമില്ല നാമം ജപിക്കാൻ.
നാമം ജപിക്കാൻ ഇതിനകത്ത് കാണിക്കുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും നാമം ജപിക്കാം. പക്ഷെ നമ്മളത് നമ്മുടെ ആ ഒരു വിവേകം കൊണ്ട് സന്ദർഭം അനുസരിച്ച് നമ്മൾ ചെയ്യുള്ളന്നേ ഉള്ളൂ. നമുക്ക് സാധാരണ ഗതി പോലെ മടി നാണമൊന്നും ഇല്ലല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ ഉള്ളവരിൽ ആർക്കും തന്നെ നാമം ജപിക്കാൻ മടിയില്ല. മടി ഇടായിരുന്നൊരു കാലമില്ലേ. അവരവരിലേക്കൊന്ന് തിരിച്ചു പോയി നോക്കിക്കേ. നമുക്ക് 4 പേരിരിക്കുന്നിടത്തൊരു പുസ്തകം എടുത്ത് വെച്ചാൽ വായിക്കാൻ പറയാഞ്ഞാൽ വേണ്ട, എനിക്കറിയത്തില്ല, മാറിപ്പോവും. നമ്മുടെ ഒരു മതത്തിൻ്റെ ഏറ്റവും വലിയ അപജയമാണ്. നമ്മളിപ്പോഴും കാണുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ കൂടുന്ന ഒരു 10, 15, 20 പേര് അല്ലാതെ ആർക്കെങ്കിലും ഇതിന് പറ്റുന്നുണ്ടോ, സാധിക്കുന്നുണ്ടോ? അത് നിങ്ങൾ ഓർത്താൽ മതി. ഈ എരുമല്ലൂർ എന്ന് പറഞ്ഞ ഈ ചെറിയ ഗ്രാമത്തിൽ എത്രയോ ലക്ഷം, എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണില്ലേ. 1 ലക്ഷം ആൾക്കാർ, എന്താണ് ലക്ഷത്തിൽ കൂടുതലുണ്ടായിരിക്കും. അതിനകത്ത് 50,000 പേരെങ്കിലും ഹിന്ദുക്കൾ കാണും. അവർ ഈ ചെറിയ ഗ്രാമത്തിൽ ചുറ്റുപ്രദേശമൊക്കെ കൂടി ഞാൻ പറയുന്നത് എത്ര പേരുണ്ട്. ഇത് ഒരു മടിയും കൂടാതെ എവിടെ ഏത് സദസ്സിലിരുന്നും വായിക്കാനായിട്ട് ഏതെങ്കിലും ഗ്രന്ഥം കിട്ടിയാൽ വായിക്കാൻ അറിയാവുന്ന ഗ്രന്ഥം ആണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട ഗ്രന്ഥങ്ങളൊന്നും കിട്ടിയ അത്ര പേടിയില്ലെന്ന് വായിച്ച് നോക്കാനെങ്കിലും തോന്നുമില്ലേ. മറ്റേത് നമുക്കത് തൊടാനും കൂടെ പേടിയാണ്. അത് വായിക്കാനേ പറ്റത്തില്ല. 4 പേരുടെ മുമ്പിൽ ഒട്ടും പറ്റില്ല. എന്നൊരു അത് മാറിക്കിട്ടില്ലേ. അത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ഇതിനകത്ത് വന്ന് പെട്ടുകൊണ്ടാണ്. വർഷങ്ങളും കൂടി ആയി. നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് അതിന് തപസ് ചെയ്യുന്ന പോലെയാണ് നിങ്ങളത് കൊണ്ട് നടക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഇത് വേറെ പലരും കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു ഗ്രൂപ്പിനകത്ത് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അത് ആ ഗ്രൂപ്പിനുള്ളവരോട് കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. ഇത് വേറെ ആരെങ്കിലും ഇത് ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഇതിലേക്കായിട്ട് പറയുക. അതിന് വേണ്ടിയിട്ടിടുന്നത് പാഴായി പോകേണ്ടെന്നോർത്ത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴാണ് അത് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നാണമില്ലാതെ നമ്മൾ ഭഗവാനെ വിളിക്കുക. ഒരു നാണവും ഇല്ല അവർക്ക്. എന്താണ് ചുരുക്കം അതാ. യഥാ ഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ ഭക്തിഹരേ ജഗത്പദേ നാരായണേതി ആത്മമതിർഗതത്രപ. ഹരി ഓം.